നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പേട്ട, തിരുവനന്തപുരം പേട്ടയിലാണ്. പേട്ട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ട് പോണ വഴിക്ക് ചാക്കയ്ക്ക് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നമ്മുടെ പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലുണ്ട്. ഞാനിപ്പോൾ ആ ഹോട്ടൽ തപ്പിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എയർപോർട്ടിലോട്ട് പോകുന്ന ആ റൂട്ടായത് നല്ല ക്രൗഡിയാണ്, നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട്. എന്തായാലും ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ട്രെയിനൊക്കെ ഇപ്പോൾ വന്ന് ഇറങ്ങിയത് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോവാം. അവിടെ അതിൻ്റെ സൈഡിൽ എവിടെയാണ് സംഭവം എന്ന് എനിക്കറിയാം. എന്തായാലും ബാക്കി അവിടെ പോയിട്ട് അറിയാമല്ലോ അല്ലേ. വായോ. എത്തി. ഇതാണ് അമ്മച്ചി ഹോട്ടൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മീനും നല്ല ഊണും എല്ലാം ഇവിടെ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ റൈറ്റ് സൈഡിലാണിത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു പാർക്കൊക്കെ ഉണ്ട്, ചെറിയൊരു കുന്നൊക്കെ ആയിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ അമ്മച്ചി ഹോട്ടൽ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇവിടെ അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാം വീട്ടിലാണ്. കാരണം രാവിലെ തന്നെ അമ്മച്ചി അവിടെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ബാക്കിയെല്ലാം പൊരിക്കലൊക്കെ ഇവിടെ തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രിപ്പറേഷൻ എല്ലാം കാണാം. അമ്മച്ചി എടുത്തോട്ട് വീട്ടിലേക്ക് പോവാം അല്ലേ, എന്നിട്ട് ഇങ്ങോട്ട് വരാം. വീടിനടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മുടുക്കുണ്ട് ഇടവഴി, ഇതുവഴി നേരെ അങ്ങോട്ട് പോയി അവിടെ കാണുന്നതാണ് അമ്മച്ചിയുടെ വീട്. നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് പാചകം ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ അതെ, ഇതാണ് അമ്മച്ചി. നമ്മൾ നേരത്തെ അമ്മച്ചി ഹോട്ടൽ കണ്ടില്ലേ കേട്ടല്ലേ, അതിൻ്റെ ഓണറും ഹോട്ടലിനോളും അല്ല അമ്മച്ചി. അമ്മച്ചി തന്നെയാണോ ഇതെല്ലാം? ഇത് 4 പേര് കൂടെ 4 പേര് സഹായിക്കാറുണ്ട്. 4 പേരുണ്ടല്ലോ ഇവരൊക്കെ തന്നെ. ഞാൻ പക്ഷേ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് അമ്മച്ചിയുടെ എല്ലാം അമ്മച്ചി തന്നെ ചെയ്യണമെന്നാണല്ലോ. അതെന്തെന്നറിയാം, ഈ മീൻകറി ചേർക്കണത്, മീൻ അരിയണത്, കണവ തോരൻ വയ്ക്കണതൊക്കെ ഞാൻ. പിന്നെ ഇവരെല്ലാം എല്ലാം അടുപ്പിച്ച് തരണതൊക്കെ ഇവരാണ്. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കുന്ന ആരാണ്? ഇപ്പോഴും മീൻ വാങ്ങിക്കാൻ പോണ എൻ്റെ മകനാണ്. അങ്ങോട്ട് പേട്ടയിലും ചാലയിലും ഒക്കെ സാധനം വാങ്ങിക്കാൻ പോണം ഞാൻ തന്നെ. ഇപ്പോഴും അമ്മച്ചിയാണ് ഇപ്പോഴും പോണത്? ഇപ്പോഴും ഞാൻ തന്നെ പോണം. ഇത്ര ആയിട്ടും ആ ഒരു എഡ്യൂക്കേഷൻ ബാക്കിയെല്ലാം കണ്ടോ? ചാലയിൽ പോണതും എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ ഞാൻ തന്നെ പോകും. അപ്പൊ അമ്മച്ചി ഇതാരാ നമ്മുടെ കട ശരിക്കും തുടങ്ങിയത്? ഞാൻ തന്നെയാണ്. അമ്മച്ചി തന്നെയാണ്. എൻ്റെ പിന്നെ കിളവന് കാല് മുറിച്ച് പഞ്ചസാര രസമായിട്ട്. അപ്പോഴും ഞങ്ങൾക്ക് പിന്നെ ജീവിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഇവിടെ എത്രയും എരുത്തിലും പശുക്കളൊക്കെ ആയിരുന്നു. അപ്പോൾ ചാണാക്ക പൊടി പറ്റുമെന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ ഇതങ്ങ് നിർത്തിയിട്ട് പിന്നെ ഹോട്ടൽ തുടങ്ങി. ആദ്യം വെറും കപ്പയും മീനുമാണ് കൊണ്ടുപോയത്. കപ്പയും മീനും 20 കൊല്ലങ്ങൾക്ക് മുമ്പ്. 20 വർഷം ആയപ്പോൾ തുടങ്ങിയിട്ട്. അപ്പൊ 20 വർഷം മുമ്പ് തുടങ്ങിയതാണ് നമ്മുടെ അമ്മച്ചിക്കട അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ഇപ്പൊ രാവിലെ ഞാൻ അവിടെ പോയായിരുന്നു, നമ്മുടെ കട ഇത് കാണിക്കാനാന്ന് പറഞ്ഞ് ഞാൻ പോയായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ നമ്മുടെ വില പട്ടികയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയപ്പോ നമ്മുടെ മുട്ടക്കറി 10 രൂപയാണ് കണ്ടത്. ഈ സമയത്ത് ഇപ്പോ എവിടെ പോയാലും 10 രൂപയ്ക്ക് ആ ഒരു മുട്ടക്കറി ഒന്നും കിട്ടത്തില്ല. ശരിക്കും എന്താ അത്രയ്ക്ക് കുറച്ചൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ട്? കട സ്വന്തം മകയാണ്. ആ കട ഇരിക്കുന്നില്ലേ സ്ഥലം, അതെൻ്റെ സ്വന്തമാണ്, എൻ്റെ മകൾക്കാണ്. പിന്നെ നമ്മൾ ഇവിടെ ഒരുപാട് അന്യായങ്ങൾ ചെയ്താലേ പിന്നെ ഒരുപാട് ആശുപത്രി കൊടുക്കേണ്ടി വരും കാശ്. അത് ശരിയാണ്. നമ്മൾ കൂടുതൽ പാകം ചെയ്ത് കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തം ആശുപത്രി കൊണ്ടുപോയി ചെലവാക്കേണ്ടി വരും. അവസാനം പിന്നെ ആശുപത്രി കിടന്ന് അയ്യോ എന്ന് വിളിക്കണേനേക്കാളും നല്ലത് നമുക്ക് ഒരു മിനിമമായ ഒരു ലാഭം വേണം. ലാഭം വേണം. പിന്നെ ഇവരെ ശമ്പളം ഞങ്ങൾ അവിടെ 5 പേര് ജീവിക്കുന്നുണ്ട് കടയിൽ, 4 ജോലിക്കാർ. പിന്നെ ഈ വാങ്ങിച്ച് ഞാൻ വെച്ച് ഞാൻ തന്നെ എടുത്തുകൊണ്ട് വരില്ല. ഒരു പയ്യൻ സൈക്കിൾ വെച്ച് കെട്ടിയാണ് കൊണ്ടുവരണം. ഈ മീനൊക്കെ കണവ ഈ സാധനങ്ങളെല്ലാം. അവന് ശമ്പളം, ഇവിടെ 4 പേരെ ശമ്പളം, അവിടെ 4 രൂപ. 10 പേരാണ് ഇവിടെ ജീവിക്കുന്നത്. 10 പേര് ഈ ചെറിയ കട കൊണ്ട് ജീവിക്കുകയാണ്. 10 പേരുടെ വീട് ചെലവും എൻ്റെ കാര്യവും
എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ട് നടക്കണം. അപ്പൊ പിന്നെ അത്യാഗ്രഹം വേണ്ട. ശരിക്കും പറഞ്ഞാൽ അധികം ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മളൊപ്പം ആൾക്കാരുടെ ചെറിയ ലാഭം, ഒട്ടും ലാഭം ഇല്ലാതെ ഇല്ല. പറ്റില്ലല്ലോ, ലാഭം ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ആവശ്യത്തിനുള്ള ലാഭമുണ്ട്, നമുക്ക് ജീവിച്ചത് മര്യാദയ്ക്ക് പോകണം. പിന്നെ അത്യാഗ്രഹം ഇല്ല. അത് ശരി. ശരിക്കും പറഞ്ഞ 10ഓളം കുടുംബങ്ങൾ ശരിക്കും ഈ നമ്മുടെ അമ്മച്ചിക്കട കൊണ്ട് തന്നെ ജീവിച്ചു പോകുന്നുണ്ട്. ശരിക്കും നമ്മുടെ സ്പെഷ്യാലിറ്റി മീൻ തന്നെയല്ലേ? മീനും കപ്പയാണല്ലേ? അപ്പൊ മീനിന്റെ പൊരിച്ചതും മീൻ കറി, ഊണ് സ്പെഷ്യലാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഊണെന്തെന്നറിയാലേ, നമ്മൾ ഈ പാത്രത്തിൽ ആരും കഴിച്ച പാത്രത്തിൽ കൊടുക്കൂല. ആദ്യം ഇലയായിരുന്നു. ഇപ്പൊ വേസ്റ്റ് ഇടാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് പേപ്പർ ഇലയാക്കി. ആ പേപ്പർ ഇലയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരാൾ കഴിച്ച ഇല നമ്മളിനി എത്ര വൃത്തിയായിട്ട് വീടല്ലാതെ ഒന്നീ നമ്മളെ അമ്മയും മക്കളും ഭാര്യയൊക്കെ ആയിരിക്കണം കഴുകണം. ഇനി ഒരാൾ കഴുകുമ്പോൾ അത് അത്ര ക്ലിയർ ആയിട്ട് വരത്തില്ല. അതുകൊണ്ടാണ് ഈ പേപ്പറിൽ കൊടുക്കുന്നത്. ഇപ്പോഴും ഇലയിൽ തന്നെ ശരിയാണ്. എല്ലാവരും ഇപ്പൊ ഹോട്ടലിൽ നമ്മൾ പാത്രമായാലും നല്ല രീതിയിൽ നന്നായിട്ട് ക്ലിയർ ആക്കാൻ നോക്കില്ല. പെട്ടെന്ന് ഇങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് ആ പാവവും കൂടെ ചുമക്കണ്ട. അതുകൊണ്ട് ഇലയിലൊക്കെയാണ് നല്ലത്. ഇത് എന്ത് മീനാണ്? ഇത് ചൂര അല്ലേ? ഞാൻ വന്നോണ്ട് അമ്മച്ചി അരിയിൽ ഇറപ്പി. ഇത് എന്തിനുള്ള? ഇതാണ് ഒരു കഷ്ണം. ഇതൊരു കഷ്ണമാണ്. കറിക്ക് അല്ല, ഇത് വറുക്കാൻ. ഇത്ര വലിയ പീസോ വറുത്ത് കൊടുക്കാനാ? ഇത് വലിയ കഷ്ണമാണ്. അവിടെ കഴുകിക്കൊണ്ടിരിക്കട്ടെ. കൊറേ ഉണ്ടല്ലോ. ഇപ്പൊ നന്നായിട്ട് ചെലവുണ്ടല്ലോ അല്ലേ അതിന്റെ? അപ്പൊ ശരിക്കും ഇതിപ്പോ അപ്പൊ എത്ര രൂപയ്ക്ക് ഇപ്പൊ ഇതൊക്കെ കൊടുക്കുന്നത്? ഇത് 50 രൂപ ഒരു കഷ്ണം. ഒരു കഷ്ണത്തിന് 50 രൂപ. ഊണിന്റെ ഒപ്പം അല്ലേ? 35. ഊണ് മാത്രമായിട്ട് കഴിക്കാൻ പറ്റണവർക്ക് 40 രൂപ. പിന്നെ കപ്പയും ഊണും മീനും കഴിക്കണവർക്ക് 85. ഊണ് 35 എടുക്കും. 35 എടുക്കുള്ളൂ. ഇതിപ്പോ ഈ മീനുണ്ട്. പിന്നെ നമ്മുടെ കറിക്ക് എന്ത് മീനാ? കറിക്ക് ഈ ചൂരേര ഇതെല്ലാം. അതാ ഈ തല, ഇതിന്റെ ഈ വേസ്റ്റ്, ഈ വിളുമ്പും ഇതൊക്കെ വരണ കഷ്ണങ്ങൾ കണ്ട, എല്ല് കഷ്ണമൊക്കെ കൂടെ എല്ലാം. പിന്നെ മുരിയൊക്കെ മാങ്ങ പച്ചവളവും എല്ലാം ഇട്ട് നല്ലൊരു മീൻ കറിയാണ്. ആ ഒരൊറ്റ കറി മതി ചോറ് കഴിക്കാൻ. കപ്പയും എന്തെന്നറിയാം, കൂടുതലും ഗവൺമെന്റ് ആളുകളാണ് അവിടെ ഉണ്ണാൻ വരണം. സാധാരണക്കാരൊന്നുമില്ല. കാരണം സാധാരണക്കാർക്ക് ഇത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കൂലല്ലേ. ഇങ്ങനെ തന്നെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും അമ്മച്ചി ഇങ്ങനെ തന്നെയാണോ? എല്ലാവരും ഇതേപോലെ തന്നെയാണോ സംസാരിക്കണം? അങ്ങനെയല്ലേ. എന്ത് കള്ളവും നമുക്ക് ഒരു ഇതും ഇല്ലെങ്കിൽ. അതുകൊണ്ടാണ് എൻ്റെ ഈ പ്രായത്തിലും ജോലി ചെയ്ത് തിന്നണത്. അപ്പൊ ശരി, നമ്മൾ രാവിലെ എത്ര മണിക്കാണ് അമ്മച്ചി തുറക്കുന്നത്? തുറക്കണത് 8 മണിയാവും. 8 മണിക്ക്. അപ്പൊ രാവിലത്തെ ഭക്ഷണത്തിന്റെ എല്ലാം ഉണ്ടല്ലേ? അതെല്ലാം അവിടെ തന്നെ? അവിടെ പുട്ടും അവിടെ വെച്ച് പൊറോട്ട അടിക്കും, ദോശ ചുടും. ഇവിടെ നിന്ന് സാമ്പാറും കടലക്കറിയും മുട്ടക്കറിയും കറികളെല്ലാം അവിടെ അവിക്കും. മുട്ട അവിടെ അവിക്കും. എന്നിട്ട് കറിയെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകും അല്ലേ? 3 കറി ഇവിടെ കൊണ്ടുപോകും. പിന്നെ ഇന്ന് വേറെ മീൻ ഇതല്ലാണ്ട് വേറെ എന്താ? സാധാരണ ഇത് കാണും, നെമ്മീൻ കാണും, പിന്നെ ഇത് ചീലാവ് കാണും, പിന്നെ നഗര എന്ന് പറയുന്ന മീൻ കാണും, എല്ലാം കാണും. അപ്പൊ ഇന്നിപ്പോ മിച്ചം വന്നാൽ ഇനി ഒന്നിനും ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് ഇന്ന് ആ ഉച്ചവരെയുള്ള കച്ചവടത്തോണ്ട് ഈ ചൂര മാത്രം നിർത്തി. കണവ ഒരു ദിവസം കണവ, ഒരു ദിവസം കൊഞ്ചാണ്. കൊഞ്ച് മസാല വയ്ക്കുക. അവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല കൊഞ്ച് മസാലയാണ് വെക്കുന്നത്. ഇന്നില്ല. ഇല്ല, ഇനി ഒരു ദിവസം വരവതാ വിളിച്ച് പറയാം. ശരിക്കും കണവയുണ്ട്, കണവത്തോരല്ലേ? നമ്മുടെ കൂന്തല് കണവത്തോരൻ. പിന്നെ കൊഞ്ചുകറിയല്ലോ, ചെമ്മീൻ നമ്മൾ കുറെ കാണുന്നുണ്ടല്ലോ. അത് സാധാരണ കൊഞ്ചുകറിയല്ല. സാധാരണ നമ്മൾ ഈ ടൊമാറ്റോ ഒക്കെ ചേർത്ത് ഇഞ്ചിയും പച്ചോളും ചേർത്ത് വരട്ടൂല്ലേ, അതല്ല. പിന്നെ ഇത് നമ്മൾ കുടംപുളിയൊക്കെ ചേർത്ത് വെക്കൂലേ കൊഞ്ച്, ആ കറിയാണ്. കുടംപുളിയൊക്കെ ഇട്ട് നല്ല പുളിയൊക്കെ പിടിച്ചുള്ള തേങ്ങാപ്പാലൊക്കെ അരച്ച. തേങ്ങാപ്പാലൊന്നും ചേർക്കൂല. അല്ലാത്ത കൊഞ്ച്, മുളക് പൊടി, ഉള്ളി, വെറും കൊഞ്ചു. ഇപ്പൊ എന്തായാലും ഇത് അരിഞ്ഞ് നടക്കട്ടെ. എന്തായാലും ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഉണ്ടാക്കണ്ടേ? ഇനി കറി ഉണ്ടാക്കണം. പൊരിക്കാൻ ഇവിടെ തന്നെ പൊരിച്ചിട്ടുണ്ടോ? പൊരിക്കാൻ ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ കൊണ്ടുപോകും. അല്ല, പൊരിച്ചു കൊണ്ടുപോകും. നമ്മള് പൊരിച്ചു കൊണ്ടുപോകില്ല. അവിടെ കൊണ്ടുപോയി ചൂടോടെ പൊരിച്ചു കൊടുക്കും. അവിടെ തന്നെയാണല്ലോ ചൂടോടെ പൊരിച്ച് അവിടെ കൊടുക്കും. അവിടെ ഞങ്ങൾ ചെന്നതിന് ശേഷം പൊരിക്കും. അവിടെ ചെന്ന് ഇതെല്ലാം പെരട്ടി നല്ല റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ പൊരിച്ചും കൊടുക്കുക. എന്തായാലും ഇതെല്ലാം നുറുക്കി കഴിയട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ അടുക്കളയുണ്ട്, അടുക്കളയിൽ നിന്ന് പാചകം തുടങ്ങാം. ശരി.